ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കർക്കിടക മാസത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ശാരീരിക വേദനകൾ ഇല്ലാതാക്കാനും രക്തക്കുറവ്, വിളർച്ച എല്ലാം കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഔഷധ കഞ്ഞിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഏത് പ്രായക്കാർക്കും ഇത് കുടിക്കാവുന്നതാണ്. തുടർച്ചയായുള്ള 7 ദിവസങ്ങളിലോ 14 ദിവസങ്ങളിലോ പതിവാക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഉടനെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. വർഷം മുഴുവൻ ശരീരം ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ഉണ്ടാക്കി കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനിവിടെ ലേറ്റസ്റ്റായിട്ട് ചാനലിൽ ഇട്ടിട്ടുള്ള വീഡിയോകളിലൊന്നാണ് മരുന്നുണ്ടയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഈ ഹെൽത്തി ആയിട്ടുള്ള മരുന്നുണ്ട ഈ റെസിപ്പിയിൽ പറയുന്നത് പോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ശരീരം ഹെൽത്തി ആയിട്ട് എപ്പോഴും ഇരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒരു മരുന്നുണ്ട തന്നെയാണ്. ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ് അളവിന് മട്ട അരി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഞവരരി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് ഞവരരി തന്നെ എടുക്കാം. ഇനി ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ ഞാൻ 1/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തന്നെ ഞാൻ മുതിരയും എടുത്തിട്ടുണ്ട്. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള 2 പൾസസ് ആണ് മുതിരയും ചെറുപയറും. ഇനി 1 ടേബിൾ സ്പൂൺ അളവിന് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിന് തന്നെ ഉഴുന്ന് എടുക്കാം. 1 ടേബിൾ സ്പൂൺ പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിന് തന്നെ വൻപയറും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് ഉലുവയാണ്. അതും 1 ടേബിൾ സ്പൂൺ അളവിന് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മട്ടയരി ആണെങ്കിലും ഞവരരി കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം. തവിടുള്ള അരി ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ദഹിക്കാനൊക്കെ ഞവരരി വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന കർക്കിടക കഞ്ഞി, ഔഷധ കഞ്ഞി, ലേഹ്യങ്ങൾ, മരുന്നുണ്ട ഇതിലെല്ലാം ഞവരരി ചേർക്കുന്നതാണ്. പിന്നെ എല്ലുബലത്തിനും ശരീരവേദനകൾക്കുമൊക്കെ ഞവരരി വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഞവരരി കയ്യിലുള്ളവർ അത് തന്നെ ഉപയോഗിക്കുക. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ചെറുപയറായാലും മുതിരയായാലും ഹൈ പ്രോട്ടീൻ റിച്ച് ആണ്. പിന്നെ അതിലടങ്ങിയിട്ടുള്ള ഫൈബർ കണ്ടൻറ്റ് ദഹനം എളുപ്പമാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഷുഗർ നിയന്ത്രിക്കാനും പിന്നെ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ചെറുപയറും മുതിരയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. പ്രമേഹ രോഗികൾക്ക് ഉലുവയുടെ ഉപയോഗം അതും മിതമായ രീതിയിലൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രമേഹം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 നേരം 4 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് 1 നേരം കഞ്ഞി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പേർക്ക് അത്യാവശ്യം കഴിക്കാനുള്ളതുണ്ടാകും. ഇനി എടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നല്ലതുപോലെ കഴുകിയെടുക്കുക. ഒരു 3-4 പ്രാവശ്യം കഴുകി അഴുക്കെല്ലാം കളഞ്ഞ് അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും അത് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കഷായ മരുന്നുകളൊന്നും തന്നെ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ ഒരു ഔഷധ കഞ്ഞി ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്ക് വരെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. കുക്കറിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ അരിയും ധാന്യങ്ങളൊക്കെ കുതിർത്ത് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂറായിട്ടുണ്ട്. ഇതായിപ്പോൾ അരിയും കുതിർന്നിട്ടുണ്ട്, അതിലിട്ടിട്ടുള്ള പയറുകളും എല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം മാറ്റിയതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കുക്കറിലേക്ക് വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 മുതൽ 3 വരെ ഇരട്ടി വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച വെള്ളത്തിലേക്ക് അരിയും പയറും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡും 1 ടീസ്പൂൺ ആശാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അരമുറി തേങ്ങ, അതിലേക്ക് 1 കുഞ്ഞുള്ളി, 2 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം.
കുക്കർ 3 വിസിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നോക്കുന്ന സമയത്ത് നല്ലതുപോലെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അതിലുള്ള പൾസസ്, അതിൽ പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു കഞ്ഞി കുടിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും ഈ ഒരു കർക്കിടക മാസത്തിൽ. അപ്പോൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ആ കൂട്ട് നമുക്ക് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം തീയൊന്ന് ഓൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട്, അതിൽ ചേർത്തിട്ടുള്ള തേങ്ങയ്ക്കൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ചൂടായി വന്നാൽ, തിളയ്ക്കണം എന്നില്ല, ചൂടായി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് നെയ്യാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കഞ്ഞിയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കഞ്ഞി കർക്കിടകത്തിൽ എന്ന് മാത്രമല്ല അല്ലാതെയും നമ്മൾ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ വയറിനുണ്ടാകുന്ന തുടർച്ചയായിട്ടുള്ള വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് കഴിയും കേട്ടോ. ശരീരത്തിൻ്റെ നല്ല ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു കഞ്ഞി എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ കർക്കിടകം റെസിപ്പീസായിട്ട് ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കർക്കിടകം പൊടിയുടെ റെസിപ്പി അതും നിങ്ങൾ ട്രൈ ആക്കി നോക്കി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരൊന്ന് ചാനലൊന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള കർക്കിടകം സ്പെഷ്യലായിട്ടുള്ള എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നല്ല ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രായഭേദമന്യേ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലാണ് ഞാൻ റെസിപ്പീസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഔഷധക്കഞ്ഞി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ആരോഗ്യത്തോടുകൂടി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കമൻസിലൂടെ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവേത് കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.